ഷീന മൈസ്റ്റേ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നൊരു നാടൻ രസം ഉണ്ടാക്കാം. അമ്മയുടെ വക സ്പെഷ്യൽ രസമാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. ഞാനല്ല ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കാത്തത്. അതായത് കുരുമുളകൊക്കെ നമ്മൾ പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് കുരുമുളക് ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ തക്കാളി അങ്ങനെയുള്ള സംഭവം ഞാൻ മറ്റേ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ സാധനങ്ങളില്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഇത് പേസ്റ്റായിട്ടാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ സമയത്ത് അങ്ങനെ ആഡ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പം ചെറിയ പീസാണ്, ഒരു 2-3 കുറച്ച് രസം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും എടുത്തിട്ട് അമ്മയാണ് ചെയ്യുന്നത്, ചതയ്ക്കുവാണ്. എല്ലാം ഒരു പിടിക്ക് നിൽക്കുന്ന രീതിയിൽ മാത്രം സംഭവം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ചതച്ചാട്ടോ എടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ അതങ്ങ് അരഞ്ഞു പോകുമ്പോൾ വേറൊരു ടേസ്റ്റ് നമുക്ക് തോന്നിക്കും. അപ്പോൾ ചതയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റും അതും ഇതും എല്ലാം നമുക്കതിൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ചതച്ചെടുത്തു. അപ്പം ചട്ടി ചൂടായ ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ആട്ടോ ഒന്ന് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വെളിച്ചെണ്ണയിലും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ രസത്തിൽ നമുക്ക് എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉള്ള സാധനം വെച്ചിട്ട് രസം ഒന്ന് ആക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം വറ്റൽ മുളക് അങ്ങനെയുള്ള സംഭവമൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിൽ കടുവറുക്കുന്ന പോലെ തന്നെ വറ്റൽ മുളകൊക്കെ ഇടാം. ഇപ്പോൾ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു. ചെറുതായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ജീരകം കുറച്ച് ചതച്ച് വെച്ചിരിക്കാം. അപ്പോൾ കടുക് ഇട്ടതിൻ്റെ കൂടെ ചതച്ച് വെച്ച ജീരകം കൂടെ ഇട്ട ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളിയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ കുറേ നേരമായിട്ട് ആക്കണം. അടി പിടിക്കാണ്ട് നോക്കണം. അത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് അടി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാതെ കൊണ്ട് നോക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഇനി നമ്മൾ പൊടികൾ ആഡ് ചെയ്യുവാണ്. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടോ ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇടുന്നു, പിന്നെ മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, അതിൻ്റെ കൂടെ മല്ലിപ്പൊടി. എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻ്റ് ആട്ടോ ഇരിക്കുന്നത്. വീട്ടിലെ നമ്മൾ പൊടിച്ചത് തീർന്നതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റൻ്റ് ആഡ് ചെയ്യുന്നത്. വീട്ടിലുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുക. പൊടികളൊന്ന് ചൂടായാൽ മാത്രം മതി. അവസാനം വന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ വേണം. ഈ ഒരു രീതിക്ക് ബ്രൗൺ ആവണം, കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ ഇങ്ങനെ അല്ലാത്ത ടൊമാറ്റോ ആണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ പൊടി ആഡ് ചെയ്യുന്നതിന് മുമ്പേ തക്കാളി ഇടണം കേട്ടോ. ഇപ്പോൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഇടുന്നത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യുവാണ്. പിന്നെ കുരുമുളകും ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടെ രണ്ടോടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുവാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രസം വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പുളിയൊക്കെ വെള്ളത്തിലിടാനായിട്ട് നോക്കാം. പുളിയുടെ വെള്ളം ഒഴിച്ച് രസം വയ്ക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്തു. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. ആദ്യം നമ്മൾ കടുവറുത്തതുകൊണ്ട് ഇനി ഒരു കടുവറുപ്പൊന്നുമില്ല. ഇത് തിള വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ രസം ഓഫ് ചെയ്യുകയും ചെയ്യും. ഞാൻ അതിന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിയാണ് കൂടുതലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എരി കുറവാണെങ്കിൽ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ആഡ് ചെയ്യാം. പൊടി കൂടുതലാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമ്മൾ രസം ആയിക്കഴിയും. രസം തിളപ്പിക്കുകയും ചെയ്യും. സിമ്മിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം രസം നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല റെഡ് കളറാണ് കേട്ടോ ആവുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നേരിട്ട് നല്ല റെഡ് കളറിൽ ഇരിക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് രസം ഓഫ് ചെയ്യാം. അപ്പോൾ എളുപ്പമാണ്. സാധനങ്ങളെല്ലാം അടുത്തടുത്ത് വെച്ച് രസം ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ഈ മോര് കറിയൊക്കെ വെക്കുന്ന പോലെ ഇതിൽ പത വരുമ്പം തന്നെ നമ്മൾ രസവും ഓഫ് ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ രസം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം ഷീന മൈസ്റ്റേ.